അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഈവനിങ്ങിനാണെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിലേക്കുള്ള മാവ് റെഡിയാക്കണം. ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് ദോശ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, സാദാ പച്ചരി. ഇത് കുതിർത്ത് കഴുകിയെടുത്തിട്ടുള്ള അരിയാണ്. സാധാ നമ്മൾ കുതിർത്ത് കഴുകിയെടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. സ്ട്രെയിൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത ശേഷം ഇതുപോലെ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങയാണ് കേട്ടോ വേണ്ടത് ഈ ഒരളവിൽ. ഞാനിപ്പോൾ 1/4 കപ്പ് ഈ ഒരു സമയത്ത് അരക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് ഞാൻ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് അരക്കുമ്പോൾ തന്നെ ചേർത്ത് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/4 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ചോറാണ്. 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുത്താൽ മതി. മൊത്തത്തിൽ 2 കപ്പ് പച്ചരിക്ക് 1/4 കപ്പ് ചോറും 1 കപ്പ് തേങ്ങയുമാണ് കേട്ടോ വേണ്ടത്. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയുടെ ഒരു പകുതിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു കാൽഭാഗം ചേർത്ത് കൊടുത്താൽ മതി വലിയ സവാളയാണെങ്കിൽ. പിന്നെ ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക, ക്യൂമിൻ. ഇനി നമുക്കിത് പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഇത് ഫൈനായിട്ട് അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷായിട്ട് അരച്ചെടുത്താൽ മതി. ഒരു തരിത്തരിപ്പോടെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാട്ടിയെടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ലൂസായിട്ട് അരച്ചാലും കുഴപ്പമില്ല, എന്നാലും ഒരുപാട് വെള്ളം ചേർക്കാതെ ഇതുപോലെ കുറച്ച് തിക്കായിട്ട് അരക്കാൻ നോക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതും ഒരു തരുത്തരുപ്പോടെയാണ് അരച്ചെടുക്കേണ്ടത്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ടത്. ഇതുപോലെ കുറച്ച് തരിയൊക്കെ ഉള്ള രീതിയിൽ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലുള്ളൊരു പാന് നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കാം. എന്നിട്ട് മാവിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തിക്കാക്കി എടുത്താൽ മതി. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതൊന്ന് തിക്കായിട്ട് വരും. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടല്ലേ ഉള്ളത്. ഒരു ബോൾസാക്കി എടുക്കാൻ പാകത്തിനൊന്ന് തിക്കാക്കി എടുത്താൽ മതി, നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ. ഇനി ഇതിലോട്ട് നമുക്ക് വറവിടാനുണ്ട് പിന്നീട് തിക്കാക്കി എടുത്ത ശേഷം. അപ്പോൾ ആദ്യം ഇതൊന്ന് ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ട് നമുക്കിത് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് തിക്കായി വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഒന്ന് തിക്കാക്കി എടുത്താൽ മതി. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിലിടക്ക് കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വടച്ച് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. പിന്നെ പറഞ്ഞ പോലെ ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. തേങ്ങ ചിരകിയത് ഇതിലോട്ട് ഈ ഒരു സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിന് മുന്നേ ഇതിലോട്ടൊന്ന് വറവിടാനുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് കടുകും അതുപോലെ കറിവേപ്പിലയും ഒക്കെ ഒന്ന് വറവിടാം. ഇത് മാറ്റി വെക്കാം ഇനി. അപ്പോൾ ഇനി നമുക്കിത് വറവിടാനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണെങ്കിലും കുഴപ്പമില്ല, ഒരു ഇച്ചിരി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പില ഒന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടൊരു 2-3 തണ്ട് കറിവേപ്പില ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പില മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു സമയത്ത് ഫ്ലെയിമൊക്കെ കുറച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാവിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വാട്ടിയെടുക്കുന്നതിന് മുന്നേ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ വറവിട്ട് കൊടുക്കാം, എന്നിട്ട് വാട്ടിയെടുക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ വറവിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഈ ഒരു കറിവേപ്പിലൊക്കെ മുരിച്ചെടുത്ത് ഈ ഒരു എണ്ണയുടെ ഫ്ലേവറൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടുന്നത്. പിന്നെ ഇതിലോട്ട് 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1/4 കപ്പ് തേങ്ങയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുമുണ്ട്. കട്ടയൊക്കെ നല്ലോണം ഉടച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾ ഷേപ്പ് ആക്കി എടുക്കാം, എന്നിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് വലിയ സൈസാക്കി എടുക്കട്ടെ. ഞാനൊരു മീഡിയം സൈസിലുള്ള
ബോൾ ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി വലുതാക്കാം. ഇതിനേക്കാളും ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നല്ല ചമ്മന്തിയോ അല്ലെങ്കിൽ കറിയുടെ കൂടെയൊക്കെയാണ് നമ്മളിത് കഴിക്കാറുള്ളത്. ഇതുപോലെ തന്നെ വേറൊരു രീതിയിൽ കാസർഗോഡ് കടുമ്പ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അത് പുഴുക്കലരി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്. കടുമ്പ് അതുപോലെ നേരത്തെ പറഞ്ഞ കൊരട്ടിപ്പത്തലൊക്കെ പുഴുക്കലരി വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇത് പച്ചരി വെച്ചിട്ടല്ലേ. ഇതിപ്പോൾ ഞാൻ ഇത്രയും ബോൾ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ആദ്യം ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. തിളച്ചതിന് ശേഷം 20 മിനിറ്റോളം വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 20 മിനിറ്റോളം തിളച്ചതിന് ശേഷം 20 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. പിന്നെ ഇതിനേക്കാളും നിറയെ ഇതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ കൂടുതൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയുടെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. കാസർഗോഡ് അധികം ചെയ്യാത്ത വിഭവമാണ്. കാസർഗോഡ് മാത്രമല്ല കേട്ടോ, കേരളത്തിൽ എവിടെയും അധികം ചെയ്യാത്ത വിഭവമാണിത്. മഞ്ചേശ്വര ഭാഗത്തൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതാണ് ഒഗാർണ ഉണ്ടെന്ന് പറയുന്നത്. കടുമ്പിൻ്റെ വേറൊരു വെർഷന്. അതിനേക്കാളും നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.